ഏവർക്കും നമസ്കാരം. നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ നിരവധി ചർച്ചകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. സനാതനൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീ മഹാദേവനെയാണ്, ശിവനെയാണ്. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതാണ് എന്നാണ് പ്രാഥമികമായി ആദ്യമായി സനാതനധർമ്മത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മുൻപൊരു തവണ ഇട്ടിരുന്ന വീഡിയോയിൽ സനാതനധർമ്മവും പിണറായി വിജയനും ശിവഗിരിയും എന്ന ഒരു വീഡിയോ സനാതനധർമ്മത്തെക്കുറിച്ചിട്ടിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഈ വീഡിയോയെ കണക്കാക്കണം എന്നാണ് അപേക്ഷ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സത്യം, ധർമ്മം, ദയ, നീതി, ജാതി ഇല്ലാത്ത അവസ്ഥ, സ്ത്രീയെ പീഡിപ്പിക്കാത്ത അവസ്ഥ, സർവ സോഷ്യലിസം, അതാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിൻ്റെ എല്ലാവരും തുല്യരായി സമന്മാരായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ആരംഭമായിരുന്നു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സനാതനധർമ്മം. അതിൽ കൈകടത്തലുകൾ ഉണ്ടാവുകയും സനാതനധർമ്മത്തിൻ്റെ ആകുന്ന ആ ഉടുപ്പിനെ എടുത്തിട്ട് ഭഗവത്ഗീതയും അതുപോലെ ഉള്ള കാര്യങ്ങളെയൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് വീഡിയോകളും ഒരുപാട് കഥകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ, ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യവും അല്ല സനാതനധർമ്മം എന്നത് വീക്ഷിക്കാൻ വേണ്ടി ആണ്. അപ്പോൾ സനാതനം എന്ന വാക്കിനെ കുറിച്ച് ഛേദിക്കാനാവാത്തത് ഭഗവത്ഗീതയിൽ പറയുന്നു. ഛേദിക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ അതിന് വ്യവച്ഛേദിക്കാൻ സാധ്യമല്ല സനാതന തത്വത്തെ. അതുപോലെ തന്നെ തീയാൽ വേകാത്തതും അതുപോലെ തന്നെ മരണം, നാശം ഇല്ലാത്തതും നിത്യമായതും സ്ഥാണുവും ആണ് സനാതനധർമ്മം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ സ്ഥാണു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ മഹാദേവന്റെ പര്യായമാണ്. 108 അഷ്ടോത്തരത്തിൽ ഓം സ്ഥാണു എന്ന മായുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മൂർത്തികളിൽ ആർക്കെങ്കിലും ഈ നമ്മുടെ സനാതനധർമ്മത്തിന്റെ പ്രതിരൂപമായി ഏതെങ്കിലും ഒരു ദേവനുണ്ടെങ്കിൽ ആ ദേവൻ ഇതാണ്. സനകൻ, സാനന്ദൻ, സനാതനൻ തുടങ്ങിയിട്ടുള്ള ഋഷീശ്വരന്മാർ ബ്രഹ്മവിദ്യ കേൾക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ അയം ആത്മാ തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടുള്ള ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ബ്രഹ്മത്തിൻ്റെ ഭാഗമാകുന്നു, ഞാൻ പഞ്ചഭൂതങ്ങളാകുന്നു, പൃഥിവി, സലിലം, തേജോ, വായുരാകാശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ജാതി വ്യവസ്ഥ ഇല്ലാത്ത എല്ലാവരും ഒന്നുപോലെ ഉള്ള ഈ ആത്മാവാണ് ശാശ്വതമായത്, ശരീരമല്ല. ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക വിചാരങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഈ മൂർത്തിയാണ് യഥാർത്ഥത്തിൽ സനാതന മൂർത്തി. ഇത് ശിവനാണ്, മഹാദേവനാണ്. ഈ മൂർത്തിയുടെ ഈ തത്വങ്ങളെ അംഗീകരിക്കാത്ത ഒരു ദശാവതാര മൂർത്തികളും, എന്തിന് പരശുരാമന്റെ ഗുരുവും ദൈവവുമായിരുന്നു സനാതനമൂർത്തിയായ ശിവൻ. പരശുരാമന്റെ കയ്യിലിരിക്കുന്ന പരശു കൊടുത്തത് പിന്നെ സ്ഥാണുമാലയനായ അല്ലെങ്കിൽ സനാതനമൂർത്തിയായ ശിവനാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് നല്ല മക്കളുണ്ടാകുന്നതിന് വേണ്ടി പിന്നെ കൈലാസത്തിൽ പോയി മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ഈ ഭഗവത്ഗീതയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പറയാൻ കാരണം ഭഗവത്ഗീതയിൽ സനാതനധർമ്മം ഉണ്ട് എന്ന് പറയണം. ഉപ്പും പാലും പോലെയാണ് ഭഗവത്ഗീതയും സനാതനധർമ്മവും. സനാതനധർമ്മത്തിൽ ആയിട്ട് യാതൊരു ബന്ധവും ഭഗവത്ഗീതയ്ക്ക് ഇല്ല. അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ അഷ്ടപത്നിമാരായ മിത്രവിന്ദ, കാളിന്തി, സത്യ, ലക്ഷണ, ജാമ്പവതി, രുക്മിണി എന്നിവരോടൊത്ത് കഴിയുമ്പോൾ, ദ്വാരകയിൽ കഴിയുമ്പോൾ ജാമ്പവതിക്ക് ഒരു മോഹം, രുക്മിണിക്കുള്ളതുപോലെ നല്ല പുത്രന്മാർ തനിക്കും വേണമെന്ന്
ഭഗവാനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ് അതിന് മഹാദേവന്റെ അനുഗ്രഹസിദ്ധി ഉണ്ടെങ്കിലേ അങ്ങനെ ശ്രേഷ്ഠരായ മക്കൾ ജനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജാംബോതി പറഞ്ഞു, എന്നാൽ നിങ്ങൾ മഹാദേവനെ കാണാൻ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഭഗവത്ഗീതയുടെ ഇത്രയെങ്കിലും പഠനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്നത് എങ്ങനെ ഭഗവത്ഗീത ഉണ്ടായി, ഈ അപ്പോൾ പോണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് 6 മാസവും 18 ദിവസവും തലമുണ്ഡനം ചെയ്ത് അവിടെ ഭജനമിരിക്കാൻ പോയി ഉദ്ദേശിച്ചു. പക്ഷെ വഴിയൊന്നും അറിയില്ല, ശിവതത്വങ്ങളും അറിയില്ല. ഇദ്ദേഹം നേരെ എന്ത് ചെയ്തു, വ്യാഘ്രപാത മഹർഷിയുടെ മകനായ ഉപമന്യുവിനെ കണ്ടു. അവിടെ ചെന്നപ്പോൾ വിളിച്ചു, എനിക്കിങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി കൈലാസത്തിൽ പോകണം, വഴികളൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങളുടെ അച്ഛൻ മഹാശിവഭക്തനാണല്ലോ, എനിക്ക് അവിടെ പോകാനുള്ള വഴി എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്നു, തപസ്സിരുന്നു, മകനെ കിട്ടി. ആ മകന് ശ്രീകൃഷ്ണ ഭഗവാനും ജാമ്പവതിക്കുമായിട്ട് ജനിച്ച ആ മകന് ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത പേര് സനാതനമൂർത്തിയായ സാക്ഷാൽ ശിവന്റെ പേരായ സാംബശിവൻ എന്നാണ്. സാംബശിവൻ എന്ന വാക്കിന്റെ അർത്ഥം അമ്പയോട് കൂടിയ ശിവൻ എന്നാണ്. അങ്ങനെ സാംബശിവൻ ജനിച്ചു. ഈ വരങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ വന്നപ്പോഴേക്കും വീണ്ടും ഇറങ്ങി ഉപമന്യുവിന്റെ ആശ്രമത്തിൽ. അപ്പോൾ ഉപമന്യുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ശിവതത്വങ്ങളെല്ലാം പഠിച്ചത്, എനിക്കും ശിവതത്വങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വ്യാഘ്രപാത മഹർഷിയുടെ കാര്യവും അതെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. ശ്രീകൃഷ്ണന് ഉപദേശിച്ചു കൊടുത്ത തത്വങ്ങൾ ഉപമന്യു മഹർഷി ഈ തത്വങ്ങളെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ചമ്മട്ടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാർത്ഥന്റെ അർജുനന്റെ തേരാളി ആയി കുതിരകളെ നയിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ കൊടുത്ത ഉപദേശങ്ങൾ 4 വരികളേ ഉള്ളൂ. അതിന് ചതുശ്ലോകി എന്നാണ് പേര്. ആ ചതുശ്ലോകി എന്ന അതിനെ ഉപദേശിച്ചു കൊടുത്തു. ഈ ഉപദേശങ്ങളെയാണ് ഭീഷ്മർ ചർച്ചയിൽ കിടന്നപ്പോഴത്തേക്ക് യുധിഷ്ഠിരനെയും വിളിച്ചുകൊണ്ട് അവിടെ പോയി, ജയിച്ചിരിക്കുന്നു, പഞ്ചപാണ്ഡവന്മാർ ജയിച്ചിരിക്കുന്നു, അപ്പോ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരുപാട് പേരെ സഹോദരങ്ങളെ കൗരവരെ കൊന്നിരിക്കുന്നു, വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെയും വിളിച്ചുകൊണ്ട് ശരശയിലേക്ക് ചെന്ന് ഉപദേശങ്ങളൊക്കെ ചോദിച്ചു, രാജ്യഭരണം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ശിവതത്വങ്ങൾ എന്താണ്, ശിവമാഹാത്മ്യങ്ങൾ എന്താണ് എന്നറിയണമെന്ന് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചു, ചർച്ചയിൽ കിടക്കുന്ന. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അതിന് മിടുക്കൻ ഇതാ നിൽക്കുന്നു, കൃഷ്ണ ഭഗവാൻ നിൽക്കുന്നു, അവിടത്തേക്ക് അറിയാവുന്ന ശിവതത്വങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യുധിഷ്ഠിരന് ശിവതത്വങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഭഗവത്ഗീതയിൽ ഇല്ല. ഭഗവത്ഗീത 91 വിധത്തിൽ ഉണ്ട്. ഇന്നും പുതിയ ഭഗവത്ഗീതയിൽ പുതിയ ഭാഷ്യങ്ങൾ ഭഗവത്ഗീതയ്ക്ക് രചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മനിയന്ത്രണം വേണം എന്ന് പറയുന്ന ആ ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ അനേകം ഭാര്യമാരെയും ഏത് കാര്യത്തിലായിരുന്നാലും ശരി നമ്മളുടെ ചിന്തകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മളെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ഒരു നല്ല മൂർത്തി ആണ്, ഒരു ശിവഭക്തൻ തന്നെയാണ്. കാരണം തെളിവ് അദ്ദേഹത്തിൻ്റെ മകന് ജാമ്പവതിക്കും ശ്രീകൃഷ്ണനും ജനിച്ച മകന് ശ്രീകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന പേര് സാംബശിവൻ എന്നാണ്, അമ്പയോടുകൂടിയ ശിവൻ എന്നാണ്. പക്ഷേ ഒരു കാര്യം, ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ട് ഈ ഭഗവത്ഗീതയിൽ പിന്നീട് ആര്യന്മാരായ സംസ്കൃത വികടന്മാർ എഴുതി ചേർത്തതാണ് ഈ കാര്യങ്ങൾ എല്ലാം.
സനാതനമൂർത്തി ആയ മഹാദേവന്റെ അനുഗ്രഹ സിദ്ധിയിൽ നിന്നും ഉപമന്യു പറഞ്ഞു കൊടുത്ത 4 വരി ശ്ലോകത്തെയാണ് ആ ചമ്മട്ടിയും കയ്യിൽ വെച്ചുകൊണ്ട് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ചൊല്ലിക്കൊടുത്തത്. അല്ലാതെ ഈ അധ്യായങ്ങളിൽ കാണുന്ന ഈ കാര്യങ്ങളൊന്നും ശ്രീകൃഷ്ണ ഭഗവാൻ മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ല. ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്നുള്ളതൊന്നും തന്നെ ഈ ഇല്ല. അപ്പോൾ ജാതി വ്യവസ്ഥ അതിൽ പ്രധാനമായിട്ട് ഈ വൈഷ്ണവത്തിൽ നമ്മുടെ ആരാണ് ഒരു വിദ്വാനുണ്ടല്ലോ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നും, അതുപോലെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നും, അതുപോലെ തന്നെ വേദം കേൾക്കുന്ന ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗവും, അതിൽ അധസ്ഥിത വർഗവും എല്ലാവരും, നായര്, ഇഴവൻ തുടങ്ങിയിട്ടുള്ള ഹരിജനങ്ങൾ തുടങ്ങിയ എല്ലാവരും ചേർത്താണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുസ്മൃതി, ഈ മനുസ്മൃതി ആണ് ഇതിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഈ ഭഗവത്ഗീതയെ ഡൈവേർട്ട് ചെയ്തത്, വ്യതിചലിപ്പിച്ചത്, ആവശ്യമില്ലാതെ എഴുതിക്കേറ്റി ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ട് അർജുനനോട് പറഞ്ഞതായിട്ട്. അതിന് നമ്മളെല്ലാം ഇങ്ങനെ സത്സംഗ ക്ലാസ്സുകളിലും ഗീതാ ക്ലാസ്സുകളിലും കൊണ്ടുവച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വിധത്തിലുള്ള ഭഗവത്ഗീതകൾ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മുടെ ഈ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മൊബൈലിലെല്ലാം ഈ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം സനാതനധർമ്മത്തിനെ കുറിച്ച് ഗീതയിലാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു വിദ്വാൻ പറയുന്നത് കേട്ടോ, പിന്നെ കൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനെയും വിളിച്ചുകൊണ്ട് പിന്നെ ഭീഷ്മരുടെ അടുത്ത് പോയപ്പോൾ ഭീഷ്മർ പറഞ്ഞത് കൊടുത്തു, യുദ്ധനീതിയും രാജ്യഭരണവും ഒക്കെ സനാതനധർമ്മ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് കളവായിട്ട് ഒരു വിദ്വാൻ പറയുന്നുണ്ട്. ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ, സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം എന്നാണ്, നാശമില്ലാത്തത് എന്നാണ്, മരണമില്ലാത്തത് എന്നാണ്. അപ്പോൾ ഏതാദിയെന്ത് അന്ത്യമെന്ന് ചിന്തിപ്പോർക്ക് ശിവാക്ഷരത നീതിക്കു ചേർന്നപടി നിഗമാർത്ഥം ഗ്രഹിക്കുകിൽ ഏതാണ് അവസ്ഥപത ഗംഗാധരായ നമ. ശിവ കീർത്തനത്തിൽ പറയാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്നുണ്ടായി, സനാതനധർമ്മം നമ്മെ പ്രേരിപ്പിക്കുന്ന സനാതനം പറയുന്നത് ഈ പ്രപഞ്ചം എന്നുണ്ടായി, എങ്ങനെ നാം ഉണ്ടായി, ശരീരം എന്ന് പറയുന്നത് എന്താണ്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട്, ആത്മാവ് എന്താണ്, ആത്മാവും ഈശ്വരനുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മവും സത്യവും നീതിയുമാണ് ഈ ലോകത്തിനെ നിലനിർത്തുന്നത്. ഈ ശരീരമെന്ന് പറയുന്നത് വെറും പഞ്ചഭൂത നിർമ്മിതം ആണ്. സനാതനധർമ്മം പറയുന്ന കാര്യങ്ങളാണ്. ആത്മാവാണ് ശ്രേഷ്ഠമായത്. നമ്മൾ ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇനി നമ്മുടെ ഉയിര് പോകുന്നത്, ആത്മാവ് പോകുന്നത് ഈശ്വര തൃപ്പാദത്തിലേക്കായിരിക്കും. ഒരു കാര്യം, ഈശ്വരൻ ശിവൻ സനാതനൻ ഭഗവാനല്ല. ഭഗവാനും ഈശ്വരനും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഭഗം ഉള്ളതാണ് ഭഗവാൻ. ഭഗമെന്ന് പറഞ്ഞാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സഹ ശ്രീയജ്ഞാന വൈരാഗ്യോ ക്ഷണ്ണ ഇതി ഭഗീരണ എന്നാണ് ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് ഭഗവാന്റെ കാര്യമാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞു. വേദങ്ങളിൽ പറയുന്ന ഒരേ ഒരു ദേവനായ ശിവനെ കുറിച്ച് ആണ് ഈ ശാസ്ത്രോകാപ്ലുതം ഏകമീശ മനുഷ്യം രുദ്രാനുവാദൻ ജപൻ എന്നാണ്. അപ്പൊ സനാതനമൂർത്തി ഈശ്വരനാണ്, ഭഗവാനല്ല. എന്താ ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഭഗവാൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഭഗവാന് ജനനമുണ്ട്, മരണമുണ്ട്. ഭഗവാന് ബാല്യമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഭഗവാന് നാളുണ്ട്. അപ്പൊ ചോദിക്കാം, മഹാദേവന് തിരുവാതിര നക്ഷത്രം ഇല്ലേ എന്ന് ചോദിക്കാം. അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ദിവസമാണ്. ശിവൻ ജനിച്ചിട്ടുമില്ല, ശിവൻ മരിച്ചിട്ടുമില്ല. സനാതനം ജനിച്ചിട്ടുമില്ല, സനാതനം മരിക്കുകയും ഇല്ല. അതിന് ചില അപവാദങ്ങളൊക്കെ പറഞ്ഞ് സനാതനം, ഇപ്പൊ കേട്ടില്ലേ, തമിഴ്നാട്ടിലെ
കരുണാനിധിയുടെ ചെറുമകൻ പറഞ്ഞതും ഇവിടെ നമ്മുടെ ശിവഗിരിയിൽ വെച്ച് പിന്നെ പിണറായി വിജയൻ തുണ്ടെഴുതി വായിച്ചതുമൊക്കെ നമുക്കറിയാമല്ലോ. സനാതന ധർമ്മമെന്ന് പറഞ്ഞാൽ ഈ ലോകം നിലനിൽക്കുന്നതിന്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് ഇങ്ങേയറ്റം കൃമികീടം മുതൽ അങ്ങേയറ്റം ബ്രഹ്മദേവൻ വരെയുള്ള സകലവർക്കും പിന്നെ നന്മയും മുക്തിയും മോക്ഷവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു തത്വചിന്തയും തത്വശാസ്ത്രവും ഭാരതത്തിൽ ഇതേവരയ്ക്കും കണ്ടെത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഒരിക്കലും നശിക്കാത്തത് എന്ന അർത്ഥവും. സനാതൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് ഒരർത്ഥം. രണ്ടാമത് സനാതനൻ എന്ന ദേവനാൽ, സനാതൻ എന്ന പരമേശ്വരനാൽ, ശിവനെന്നും പരമേശ്വരനെന്നും ദേവാദിദേവനെന്നും പരബ്രഹ്മസ്വരൂപനെന്നും പറയുന്ന ആ അഗ്നിയും വെള്ളവും ആകാശവും ഭൂമിയും ഒക്കെയാണ് ഒരു പുരുഷന്റെ രൂപത്തിൽ വരച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന സനാതന മൂർത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ തത്വം രഹസ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വെച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനോട് ഉപദേശിച്ചു കൊടുത്തതെല്ലാം ശിവതത്വങ്ങളാണ്. ഈ ശിവതത്വങ്ങളെ ഉപമന്യു ശ്രീകൃഷ്ണ ഭഗവാന് പറഞ്ഞു കൊടുക്കുകയും യുദ്ധകളത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അത് അർജുനനെ ഉപദേശിക്കുകയും കൊടുത്തു. അതാണ്. അപ്പോൾ ഇതിനെ ഭാഷപ്പെടുത്തി അതിനെ ഒരുപാട് പരിവർത്തനപ്പെടുത്തി ശ്രീകൃഷ്ണ ഭഗവാൻ അത് ഈ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയിലാണ്. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ദേവഭാഷ, വേദഭാഷ മഹാദേവനിൽ നിന്ന്, സനാതനമൂർത്തിയിൽ നിന്നും ഉണ്ടായതാണ്. ആ ഭാഷയെ പിന്നെ മഹാദേവന്റെ കയ്യിൽ നിന്ന് ഉടുക്കു കൊട്ടി സനകാദികളായ പാണിനി, പതഞ്ജലി തുടങ്ങിയിട്ടുള്ള സിദ്ധന്മാർക്ക് മുമ്പിൽ ഉടുക്കുകൊട്ടി നൃത്താവസാനി നടരാജരാജു നനാദടക്കാൻ നവപഞ്ചവാരം ഉത്തരിതകാമ സനകാദി സിദ്ധാൻ ഏതത് വിമർശേ ശിവസൂത്രജാലം എന്നാണ്. അപ്പോൾ ശിവന്റെ ആ ഉടുക്കുകൊട്ടിയാണ് ആദ്യ ഭാഷ, വേദഭാഷ, ദേവഭാഷ. അതേ ഭാഷ തന്നെയാണ് ഈ ഭഗവത്ഗീതയിൽ ഈ ആര്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ ഭാഷ ഉപയോഗിക്കാനും അതുപോലെ തന്നെ സനാതനധർമ്മത്തിൻ്റെ ഉടുപ്പ് ഈ ഭഗവത്ഗീതയിൽ അണിയിച്ച് സനാതനധർമ്മവും ഭഗവത്ഗീതയും ഒന്നാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമം നടത്തിയതാണ്. അല്ലാതെ ഭഗവത്ഗീതയിൽ ഒരു സനാതനധർമ്മവും പറയുന്നില്ല. ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത 4 വരി ശ്ലോകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ചതുശ്ലോകി എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ. അപ്പോൾ ഭഗവാനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനാണ്, മഹാദേവൻ അതായത് സനാതനധർമ്മമൂർത്തി ഈശ്വരനാണ്. ഈശ്വരന് മരണമില്ല, ഈശ്വരന് രൂപവുമില്ല. പിന്നെ ഈ കാണുന്നതോ കയ്യും കാലും മൂക്കുമൊക്കെ ആയിട്ട് തന്നെ കഷ്ണം കാലും ഇട്ടിരിക്കുന്നത് പിന്നെ എന്ത്, അത് സാകാര രൂപത്തിലുള്ളതാണ്. നമുക്കൊരു രൂപം ഉണ്ടെങ്കിലല്ലേ ഈ പഞ്ചഭൂതത്തിന്റെ തത്വങ്ങളെ കുറിച്ച്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഈ കാണുന്ന ഈ മഹാ തേജസ്, ഈ സനാതന ധർമ്മമൂർത്തിക്ക് മരണമില്ല. ഇത് ശിക്ഷിക്കുകയും ചെയ്യും, രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ സത്യം, ധർമ്മം, നീതി, ദയ, സഹാനുഭൂതിത്വം എല്ലാം കാണുന്ന ഒരു തത്വമാണ് സനാതന ധർമ്മതത്വം. ഇതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തത്വം സനാതനമൂർത്തിയായി. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സനകൻ, സാനന്ദൻ, ഇത് സനാതന ധർമ്മത്തെ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. വൃദ്ധ ശിക്ഷ ഗുരുർ യുവ എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരാകട്ടെ, ഈ സന്യാസിമാർ ഇരിക്കുന്ന ഈ സനകാദികളാകട്ടെ വാർദ്ധക്യം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അറിവ് അല്ലെങ്കിൽ പിന്നെ സനാതന ധർമ്മസ്വരൂപനായ ഈശ്വരൻ ആണെങ്കിലോ നിത്യ യൗവനം ആണ്. ഈ അറിവുകൾ എന്നും നിലനിൽക്കും. മഹത്തായ അറിവ്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അറിവ് സനാതനത്തിന്റെ അറിവാണ്. ഏതൊന്നറിഞ്ഞാലാണോ ഇനി മറ്റൊന്ന് അറിയേണ്ട എന്നുള്ളത്, ആ അറിവത്രേ സനാതനം. ആ അറിവ് പകർന്നു കൊടുക്കുന്ന ആ ചിത്രമാണ് ഗുരുവേ സർവലോകാനാം എന്ന് പറയുന്നത്. ഈ മൂർത്തിയെ ഭജിക്കാത്ത, ഈ ഈശ്വരനെ തൊഴാത്ത, ഈ സനാതന ധർമ്മത്തിനെ ഈ കൈയും കൂപ്പിക്കൊണ്ടിരിക്കുന്ന പോലെ അത് ദേവന്മാരായിരുന്നാലും ഋഷീശ്വരന്മാരായിരുന്നാലും കാലനായിരുന്നാലും കാമദേവനായിരുന്നാലും എന്തിന് ഏത് ദൈവം ഏത് ഈശ്വരൻ എന്ന് ചോദിച്ച് അഹങ്കരിച്ച രാവണൻ പോലും മുട്ടുകുത്തി തൊഴുത് പ്രാർത്ഥിച്ച് തത്വങ്ങൾ ഉൾക്കൊണ്ടത് ഈ സനാതന ധർമ്മമൂർത്തിയിൽ നിന്നാണ്.
ഈ സനാതന ധർമ്മമൂർത്തിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ തത്വത്തിൻ്റെ ലോകം. ഒരു വീഡിയോയിലും എന്തോ ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് പുറത്തു വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ സനാതന ധർമ്മത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും നമുക്കിവിടെ ക്ലാസ്സുകളോ കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും പറഞ്ഞു, കുറെ പേരൊക്കെ പറഞ്ഞു ഇത് നാശമില്ലാത്തതായതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയി ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നതൊന്നും മനസാ വാച കർമ്മണ ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞിട്ടുള്ളതല്ല. 4 വരി ശ്ലോകം മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേതായിട്ട് അർജുനന് പറഞ്ഞു കൊടുത്ത. അതിൻ്റെ പേരാണ് ചതുശ്ലോകി എന്നത്. അതിനെ തന്താങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഈ മനുസ്മൃതി എഴുതിയ മനുവും അതുപോലുള്ള ജാതി വ്യവസ്ഥ വേണമെന്ന് പറയുന്ന ചാതുർവർണ്ണം മയാസൃഷ് ഈ ഭഗവാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ അത് വിശ്വസിക്കും. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഉപാച, സാധാരണക്കാരല്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ജാതി വേണമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കും ജാതി വേണം. ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത് നിന്ദയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ജാതി വേണമെന്ന് ഒരിക്കലും യാദവ വംശത്തിൽപ്പെട്ട കറുത്ത വർഗക്കാരനായ കാലി മേച്ചുകൊണ്ട് ആണ് പശുക്കളെ മേച്ച് നടക്കുന്ന ശ്രീകൃഷ്ണൻ അങ്ങനെ ജാതി വ്യവസ്ഥയെ വേണമെന്ന് ബുദ്ധിമാന്മാരായിരുന്നു. അത് സംസ്കൃതത്തിൽ തന്നെ ശിവൻ പറയാത്ത ഈ ശിവതത്വങ്ങൾ, സനാതനൻ പറയാത്ത സനാതന തത്വങ്ങളെ സനാതന പ്രോക്തമായ സനാതനൻ പിന്നെ ലോകത്തിന് സംഭാവന ചെയ്ത സംസ്കൃത ഭാഷയിലൂടെ എടുത്ത് ഭഗവത്ഗീതയായി എഴുതി എന്നിട്ട് പറയുന്നു ഇത് സനാതന ധർമ്മത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഭഗവത്ഗീതയിലുണ്ട് എന്ന് പറയുന്നു. ഇത്രയും ഈ കാര്യം, ഇനിയും ഏറെ കാര്യങ്ങൾ സനാതന ധർമ്മത്തിനെ കുറിച്ച് പറയാനുണ്ട്. സനാതന ധർമ്മം എന്ന് നിലനിൽക്കുന്ന നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും ഇതിനെ എത്രയൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ ആക്ഷേപിച്ചാലും യുക്തിവാദികൾക്കും അതുപോലെ തന്നെ ഏത് തത്വചിന്തക്കാർക്കും എപ്പോഴും പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ഇത് മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു മഹാത്മാവായിരുന്നു. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിനെയും സനാതന മൂർത്തിയെയും അല്ലാതെ ഒന്നിനെയും പ്രതിഷ്ഠിച്ചിരുന്നില്ല. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മ വിശ്വാസി തന്നെ ആയിരുന്നു. ശിവഗിരിയിൽ രാഷ്ട്രീയക്കാർ വന്നിട്ട് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മക്കാരനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ അടിസ്ഥാനം പോയി. അവിടുന്ന് പ്രതിഷ്ഠിച്ചത് ശിവലിംഗത്തെയാണ്, പഞ്ചഭൂതേശ്വരനായ ശിവലിംഗത്തെയാണ്. ഏറ്റവും വലിയ തെളിവ് ഇനി ആര് പറഞ്ഞാലും ശരി, നമ്മുടെ ജാതിക്കും മതത്തിനും ഉച്ചനീചത്വങ്ങൾക്കും എതിരായിട്ടാണ് ഗുരുദേവൻ 1888 അരിവുപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. അവിടുത്തെ തത്വങ്ങൾ സനാതന ധർമ്മത്തിൽ അടിസ്ഥിതമായ തത്വങ്ങളാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവായിരുന്നാലും ഈ കലിയുഗത്തിൽ അങ്ങ് ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി ആയിരുന്നാലും ഈ സനാതനേശ്വരനെ അംഗീകരിച്ചിരുന്നു. സനാതന മതമാണ് അദ്ദേഹം. രാജ്യഭരണത്തിന്റെ തത്വങ്ങളെല്ലാം സനാതന തത്വങ്ങൾ. അപ്പോൾ ദശാവതാര മൂർത്തികളിൽ എല്ലാവരും ശ്രീരാമചന്ദ്രസ്വാമിയും പരശുരാമനും എന്തിന് ശത്രുവായിട്ടുള്ള രാവണനും എന്ന് വേണ്ട ഋഷീശ്വരന്മാർക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു, ഒരു താല്പര്യവും ഒന്നും വേണ്ടായിരുന്നു. പക്ഷേ സനാതനേശ്വരനായ സനാതന ധർമ്മമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പേരും. അപ്പോൾ അവരെല്ലാം ഈ സനാതന തത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ഈ ലോകം ഇന്ന് വരെ ആർജിച്ച എല്ലാ ആധ്യാത്മിക, ഭൗതിക, സാംസ്കാരിക എല്ലാ നേട്ടങ്ങളും സനാതന ധർമ്മത്തിൽ കൂടെ വന്നതാണ്. യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പൂച്ച ഏതാണ് എലി ഏതാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലെ സനാതന ധർമ്മം എന്താണ്, മതം എന്താണ്? സനാതന ധർമ്മം മതമല്ല. യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തെ പറ്റി പഠിച്ചാൽ ഇവരെല്ലാവരും ആ മഹത്തായ തത്വചിന്തയെ അതിൻ്റെ പ്രതിരൂപമായ ഒരു മൂർത്തിയുണ്ട് അതിന്. ആ മൂർത്തിയാണ് സനാതനമൂർത്തിയായ സാക്ഷാൽ ഇവിടെ കാണിച്ച ഈ ദക്ഷിണാമൂർത്തി.
കാലൻ്റെയും കാലനായ കാലിൻ്റെ ദിക്കായ തെക്ക് ദിക്കിലേക്ക് കാലിന്മേൽ കയറ്റി വെച്ചുകൊണ്ട് സനകാദികൾക്ക് സനാതന തത്വം രൂപത്തിലൂടെ സ്വന്തം ദർശനങ്ങളിലൂടെ പറഞ്ഞുകൊടുത്ത പൃഥിവി സലിലം തേജോ വായുരാകാശം ഈ പഞ്ചഭൂതങ്ങളെ ഒരു മനുഷ്യ രൂപത്തിൽ ഒരു നരരൂപത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി അഗ്നിത കയ്യിലിരുന്നെരിയുന്നു. അതുപോലെ തന്നെയാണ് പിന്നെ ജലം ആ ജടയിൽ കൂടെ ഒഴുകുന്നു. ജലതത്വം, വായുതത്വം, അഗ്നിതത്വം എല്ലാ പഞ്ചഭൂത തത്വങ്ങളെയുമാണ് സനാതന തത്വത്തിൻ്റെ അടിസ്ഥാന ചില ഇവ അഞ്ചിനെയും നശിപ്പിക്കാൻ ഒരു കാരണവശാലും ആർക്കും സാധ്യമല്ല. ഇവ അഞ്ചും നമ്മളിലുള്ളതാണ് തത്വമസി. പാദം മുതൽ മുട്ട് വരെ ഭൂമിതത്വം, മുട്ട് മുതൽ ഇളി വരെ ജലതത്വം, ഇളിക്ക് മുകളിൽ പൊക്കിളിൻ്റെ അവിടെ അഗ്നിതത്വം, നെഞ്ചിൻ്റെ അവിടെ ലങ്സിൻ്റെ അവിടെ വായുതത്വം, കഴുത്തിന് മുകളിൽ ആകാശതത്വം. ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ഈ ലോകത്തു നിന്ന് പോവുകയില്ല. ഇതിനെ പഞ്ചഭൂതം എന്നാണ് പറയുന്നത്. ഭൂതമെന്ന് പറയുമ്പോൾ ആളിനെ പിടിച്ച് തിന്നാനുള്ള ഭൂതം അല്ല. ഈ പഞ്ചഭൂതേശ്വരനായ സാക്ഷാൽ ജനനവും മരണവുമില്ലാത്ത നേരത്തെ പറഞ്ഞല്ലോ ഏതാദി ഏതാന്ത്യം എവിടെ നിന്ന് തുടങ്ങി ഈ പ്രപഞ്ചം, ഇനി ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരേ ഒരു ആശ്രയം ഏതാദി എന്ത് ഏതന്ത്യമെന്തു എന്ന് ചിന്തിപ്പോർക്ക് ശിവാക്ഷരത നീതിക്കു ചേർന്ന പടി നിഗമാർത്ഥം ഗ്രഹിക്കുകയിൽ ഏതാണവസ്ഥ ശിവഗംഗാധരായ നമ എന്നാണ് നാമം. അപ്പോൾ ഭഗവത്ഗീതയല്ല സനാതനധർമ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും. സനാതനധർമ്മം എന്തെന്നറിയണമെങ്കിൽ ഇവിടെ ആരും പറയാത്തതും ഒളിച്ചു വെച്ചിരിക്കുന്നതും അതിനെ അങ്ങ് മൂടി വെച്ചിരിക്കുന്ന ആഗമങ്ങളും നിഗമങ്ങളും പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏതല്ലയോ എന്തല്ലയോ സനാതനധർമ്മം അത് അറിയണമെങ്കിൽ നമ്മൾ ഭഗവത്ഗീത നോക്കിയാൽ മതിയാവും. ഇതിൽ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞിട്ടുള്ളതല്ല. കൃഷ്ണ ഭഗവാന്റെ പേരിൽ സംസ്കൃത ഭാഷയിൽ നിർമ്മിതമായ ശിവകൽപ്പിതമായ മഹാദേവന്റെ ഉടുക്കിൽ നിന്നും അതേ ആ സംസ്കൃതം ഉപയോഗിച്ച് തന്നെ ഇതിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തെ ഹൈജാക്ക് ചെയ്ത് ഹിന്ദു മതം ആക്കിയപ്പോൾ നാം ഇന്ന് കാണുന്ന വിമർശകർക്ക് വളമിട്ട് കൊടുത്തു, അവർക്ക് ആയുധം കയ്യിൽ വെച്ചു കൊടുത്തു. അവർക്കും അറിയില്ല എന്താണ് സനാതനധർമ്മമെന്ന്. ഇന്ന് ഈ കോലത്തിൽ ഈ പരുവത്തിൽ ആക്കിയതിന് ഉത്തരവാദി സനാതനധർമ്മം അല്ല. സനാതനത്തെക്കുറിച്ച് ഒരിടത്തും ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.